പ്രിയപ്പെട്ടവരെ, ഗോ ഗ്രീൻ ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാനിന്ന് ആലപ്പുഴ ബ്രദേഴ്സ് ഹോട്ടലാണുള്ളത്. ഇവിടെ വെച്ച് കഴിഞ്ഞ 1.25 വർഷമായിട്ട് 16 മാസമായിട്ട് ടിയാഗോ UV യൂസ് ചെയ്യുന്ന ഒരു യൂസറെ കാണുകയുണ്ടായി. 71,000 കിലോമീറ്ററുകളാണ് ഈ വാഹനം പിന്നിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്താണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് നേരിട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ മെച്ചങ്ങളും എല്ലാം അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരമുണ്ട്. പേരെങ്ങനെ? എൻ്റെ പേര് ആകേഷ് എന്നാണ്. സ്ഥലം തൃശ്ശൂരാണ്. സ്ഥലം ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മാനേജറാണ്. ഇപ്പം നമ്മുടെ ടിയാഗോ എടുത്തിട്ട് എത്ര നാളായി? ടിയാഗോ എടുത്തിട്ട് കറക്റ്റ് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം 4 മാസമായിട്ടുണ്ട്. 4 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ശരിക്കും 4.5 വർഷം, 1 വർഷം 4.5 മാസമായിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് വന്ന വണ്ടിയാണ്. ഫസ്റ്റ് ബാച്ച് വന്നു. ഞാൻ പ്രീ ബുക്ക് ചെയ്താണ് ഫസ്റ്റത്തെ. ഇത് മറ്റേ ടിയാഗോന്റെ XT XZ LRM ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള മോഡല്. റേഞ്ച് ഇപ്പൊ ആവറേജ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ആണ് ആവറേജ് റേഞ്ച് കിട്ടുന്നത്. റേഞ്ചിനെ കുറിച്ച് ബോധറാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ബോധറായിരുന്നു. കാരണം നമ്മളെ ഒരു 315 റേഞ്ച് പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇത് ആക്ച്വലിക്ക് വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ നോക്കി. കാരണം 315 റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. തുടക്കത്തിൽ 180 ഒക്കെ ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ച് കൂടി ഗ്രാജുവലി ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 14,500 കിലോമീറ്റർ മാസം ഓടുന്ന ആളാ. അപ്പൊ സ്ഥിരമായിട്ട് ആലപ്പുഴയ്ക്ക് അതുപോലത്തെ എറണാകുളം ഒക്കെ പോകുന്ന ആളാ. അപ്പൊ ഞാനത് റേഞ്ച് നോക്കിയപ്പോ എന്ന് പറഞ്ഞാൽ ഫുൾ ചാർജിൽ എത്ര പേരുണ്ടെന്നുള്ളത് ഞാൻ കറക്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എത്ര കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ ചെക്ക് ചെയ്തിട്ട് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞ സർവീസ് സെന്ററിൽ പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ അവർക്കും പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഫസ്റ്റ് വന്ന വണ്ടി ആയതുകൊണ്ട് ആ ബാച്ചിലുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് ഇതിനെ കുറിച്ച് കുറച്ച് ധാരണ ഞാൻ കണ്ടിട്ടില്ല. അവരോട് ചോദിച്ചപ്പോ അവര് സാർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കിട്ടും, പിന്നെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ അവര് പറഞ്ഞു ഇതിൽ AC സാറ് 120 താഴത്തേക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 120 താഴെ നോക്കിയിട്ട് ഞാൻ ആവറേജ് AC ഇപ്പൊ ഫസ്റ്റത്തെ കുറെ നോക്കിയ സമയത്ത് എന്റെ 78 വരെയൊക്കെ ഓടിച്ചിട്ടും എനിക്ക് കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ ആവറേജ് ഏറ്റവും മാക്സിമം 220. അതായത് ആലപ്പുഴയൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 130 കിലോമീറ്റർ ദൂരം ഓടിക്ക് വരുമ്പോ അപ്പൊ നമുക്കെന്ന് പറഞ്ഞൊരു ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പൊ ഒന്നും പറ്റും. ഇപ്പൊ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക്. എന്നാലും അവിടുന്ന് അപ് ടു എറണാകുളം വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് വല്ലാണ്ട് സ്പീഡ് കുറയ്ക്കാണ്ട് കൂട്ടാണ്ടും ട്രാഫിക് ഉണ്ടല്ലോ. അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 220 വരെയൊക്കെ ഏറ്റവും മാക്സിമം കിട്ടിയിട്ടുണ്ട് ഒരു കണക്കിൽ. അത് 100% ഓടിച്ചിട്ടല്ല എങ്കിലും ഏകദേശം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം 220. എന്നാൽ ആവറേജ് എനിക്ക് കിട്ടുന്നത് 200 കിട്ടുന്നുണ്ട്. 200 കിട്ടുന്നുണ്ട്. അതെ 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 200-230. ഇതിപ്പോ ഇന്നത്തേക്ക് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70,677 കിലോമീറ്റർ ആയി. 18 മാസമായി വണ്ടി എടുത്തിട്ട്. 18, 12 അല്ലേ? 12, 4, 16 മാസം കറക്റ്റ്. കറക്റ്റ്. 1.5 വർഷം എന്ന് പറയാം. 70,677 കിലോമീറ്റർ. അപ്പം 1.25 വർഷം കൊണ്ട് 70,000 സംതിങ് ഇപ്പൊ ഓടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏത് വണ്ടിയായിരുന്നു? ഇതിനു മുമ്പ് എനിക്ക് ടാറ്റയുടെ ഒരു ടിയാഗോ മറ്റേ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു വണ്ടി, പഴയ വണ്ടിയായിരുന്നു. അതല്ലാണ്ട് ഒരു ക്യാരൻസ് ഉണ്ട്, കിയുടെ ക്യാരൻസ് 7 സീറ്റർ വണ്ടി ഉണ്ട്. ഇതെന്റെ ജോലിക്ക് വേണ്ടിട്ട് ഞാൻ എടുത്തേക്കുന്ന വണ്ടിയാണ്. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ജോലി എന്നുള്ള പർപ്പസിന് ഉപയോഗിക്കുന്നു. ഞാൻ ബസ്സിൽ, ട്രെയിനില്, ബൈക്കിലൊക്കെ യാത്ര ചെയ്തോണ്ടിരുന്നത്. വണ്ടി എടുക്കുമെന്ന് വെച്ചാൽ എടുക്കും. മഴക്കാലം ആകുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കാറൊക്കെ എടുക്കുന്ന സമയത്ത് കാർ എടുക്കും. അല്ലാണ്ട് ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ് ഫീൽഡ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് യാത്ര ധാരാളം ഉണ്ട്. ഇഷ്ടം പോലെ യാത്രയുണ്ട്. അത്യാവശ്യം കാറും എടുക്കുമായിരുന്നു. അത്യാവശ്യം കാറും എടുക്കും. എന്നാലും കാറ് പൊതുവെ കുറവായിരുന്നു. കാരണം നമുക്ക് പെട്രോളിന്റെ വിലയൊക്കെ വെച്ച് മുതലാവില്ല. അപ്പൊ എത്ര രൂപ പെട്രോൾ എക്സ്പെൻസ് വരുമായിരുന്നു മാസം? പെട്രോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് പെട്രോൾ എക്സ്പെൻസ് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപയോളം മിനിമം വരുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിന് തന്നെ ഏകദേശം ഒരു 5,000 രൂപയോളം വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം അങ്ങനെ മിനിമം 10 രൂപ കണക്ക്. അത് ചില ഇപ്പോ കാറ് എടുക്കുന്ന സമയത്താണെങ്കിൽ 15 രൂപ വരെയൊക്കെ വന്നിട്ടുണ്ട്. കാറ് ഓടിക്കുന്ന സമയത്താണെങ്കിൽ ബൈക്കിന്റെയും അതുപോലെ കാറിന്റെയും കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ 15 രൂപ വന്നിട്ടുണ്ട് മൊത്തം കണക്ക് കൂട്ടുമ്പോ. ഇപ്പൊ നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് ഇതിന് ആക്ച്വലി എനിക്ക് എക്സ്പെൻസ് കണക്ക് വരികയാണെങ്കിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ആലപ്പുഴ വരുമ്പോൾ ഞാൻ ചാർജ് ചെയ്യുന്ന എക്സ്പെൻസ് മാത്രമാണ് എനിക്ക് വരുന്നത്.
അല്ല വീട്ടിൽ അല്ലാത്തതും വീട്ടിൽ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. അപ്പം കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. വളരെ മൈന്യൂട്ടാണ്. കോസ്റ്റ് മൈന്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം സോളാർ വെച്ചാൽ നമ്മൾ ചെലവാക്കിയിട്ടുണ്ടല്ലോ. എങ്കിലും ഞാനൊരു കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വർഷം സോളാർ വെച്ചിട്ടില്ല, ഫസ്റ്റത്തെ 1 year സോളാർ വെച്ചിട്ടില്ല. കാരണം എന്റെ വർക്ക് എങ്ങനെ ഉണ്ടാവും ഇതൊന്നും ഞാൻ നോക്കാതെ സോളാർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തുനിന്നല്ലേ കൂടുതൽ ചാർജ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്താണ്, എനിക്ക് എന്റെ വർക്കിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ്. പിന്നെ സോളാർ വെക്കുമ്പോഴും ഇതിന്റെ ഒരു വ്യത്യാസം അറിയണ്ടേ, കാരണം എത്രത്തോളം നമുക്ക് സോളാർ വെക്കുന്നോണ്ടുള്ള ബെനിഫിറ്റ് എന്തോരം ഉണ്ടാവും, ഇതിന് ചാർജ് എന്തോരം ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് അറിയണമായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ സോളാർ വെക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച ആളുകളോടൊക്കെ ഒന്ന് നോക്കി എത്രത്തോളം ഇതിന് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ആവറേജ് കറണ്ട് ബില്ല്, അതായത് 2000 താഴെ വന്ന കറണ്ട് ബില്ല് ഞാൻ ചാർജിങ് തുടങ്ങിയതിനു ശേഷം 12,000 11,000 റേഞ്ചിലേക്ക് 2 മാസം കൂടുമ്പോ 2 മാസം കൂടുമ്പോഴുള്ള കറണ്ട് ബില്ലാ പറഞ്ഞത്. 2000 എന്നുള്ളത് 12,000 1000 രൂപ എന്നുള്ളത് ഉദ്ദേശം 6,000 രൂപയിലേക്ക് ആയിട്ടുണ്ട്, 6,000 രൂപയിലേക്ക് വന്നു. യെസ്, ഓക്കെ. എന്ന് വെച്ചാൽ 5,000 രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട്. 5,000 രൂപ നമ്മൾ ഈ വാഹനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് ഒരു 1000 രൂപയുടെ ചാർജ് ചെയ്യുമോ മാസം? വെളിയിൽ നിന്ന് ഒരു 1000 രൂപയുടെ ഏറ്റവും മാക്സിമം. ഓക്കെ. അപ്പൊ നമുക്ക് 6,000 രൂപയാണ് എക്സ്പെൻസ് വന്നോണ്ടിരുന്നത്. ആ 15 എന്നുള്ളതാണ് 6 മാറിയത്. 15 എന്നല്ല, 15 എന്നുള്ളത് 6 മാറി എന്ന് പറയാം ഏകദേശം. 15ലും വേറെ പ്രശ്നമുണ്ട്, നമ്മള് ബൈക്കായിരുന്നു കൂടുതൽ യൂസ് ചെയ്തോണ്ടിരുന്നത്. ബൈക്കായിരുന്നു കൂടുതൽ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ അതിന് ഇതിലേക്ക് വന്നപ്പോ ബൈക്ക് നമ്മൾ ഇഗ്നോർ ചെയ്തു. ബൈക്ക് ഞാൻ ഇഗ്നോർ ചെയ്തു, കാരണം എനിക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഞാനതിപ്പോ ഉപയോഗിക്കാല്ലാണ്ട് കംപ്ലൈന്റ് ആണെന്ന് വെച്ചാൽ എന്റെ മാമന് കൊടുത്തത്. കാരണം വീട്ടിൽ ഉപയോഗമില്ല, പിന്നെ അത്യാവശ്യം അങ്ങോട്ട് പോകാനായിട്ടാണെങ്കിൽ അച്ഛന്റെ ചെറിയൊരു സ്കൂട്ടർ പോലത്തെ വണ്ടി ഉണ്ട്. സ്വാഭാവികമായിട്ട് എക്കോണമിക്കലി വർത്താണ്. ഇപ്പം ഈ 70,000 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഇപ്പം പെട്രോൾ ആയിരുന്നെങ്കിൽ എത്ര രൂപ അടിച്ചത്? എങ്ങനെ പോയാലും മിനിമം ഒരു പെട്രോളിന്റെ മാത്രം ചെലവ് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ എത്ര മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിലും പെട്രോളിന്റെ മാത്രം ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 രൂപ എന്തായാലും വരും കിലോമീറ്ററിന്. സർവീസ് കൂട്ടാതെ തന്നെ 6 രൂപ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7,648 4,20,000 രൂപ വണ്ടിയുടെ കോസ്റ്റ് എത്രയായിരുന്നു? വണ്ടിയുടെ കോസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ 12 ലക്ഷം രൂപ വണ്ടിയുടെ കോസ്റ്റ് വന്നിട്ട് 12 കാല് വന്നിട്ടുണ്ട്. ഇനിയും അതായത് നമ്മൾ 4 ലക്ഷം രൂപ ഇപ്പം ലാഭിച്ചു. ഇനി 8 ലക്ഷം രൂപയും കൂടെ ഉള്ളൂ. അതെ. അപ്പം സ്വാഭാവികമായിട്ട് ഒരു 1,40,000 കിലോമീറ്റർ കൂടെ ഓടിയ വണ്ടി നമുക്ക് വണ്ടിയുടെ മുതൽ ഊരിക്കിട്ടും. ഇതിന് മുതൽ ഊരിക്കിട്ട് ഇതിൽ വേറെയും കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സർവീസിന്റെ കോസ്റ്റ് കൂടി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇതിലും കൂടുതൽ വരും. കാരണം ഇപ്പൊ ഈ വണ്ടിക്ക് ഇപ്പൊ സർവീസിന്റെ മേജർ സർവീസ് കോസ്റ്റ് ആണ് നമുക്കൊരു 30,000 അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 60,000 മേജർ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നേക്കണം. ഏറ്റവും മാക്സിമം ഒരു 8,000 സംതിങ് കൊണ്ട് അടച്ചേക്കണെന്ന് തോന്നുന്നുണ്ട്. 8,000 ആണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന സർവീസ് കോസ്റ്റ് തോന്നിട്ടുണ്ട്. അത് 60,000 സർവീസ് ആണോ 30 ആണോ അറിയില്ല. നിയർ ബൈ എനിക്ക് 7,000 അത്ര തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് 30,000 അത് ആ റേഞ്ച് തന്നെ 8,000 താഴെ ഓവർ ബിൽഡ് ആയതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കാനൊന്നും പോയിരുന്നില്ല. ഓവർ ബിൽഡ് ആയിരുന്നു. കാരണം ഞാൻ എടുക്കുമ്പോ ആക്ച്വലി എന്റെ ഒരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് വരുന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എന്താ കണക്ക് കൂട്ടണം, നമ്മള് ഈ എന്താ പറയാ EV എടുക്കുന്നു, നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ EV എടുക്കുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ EV എടുക്കുന്നു, അപ്പൊ എഞ്ചിനില്ല, പൊതുവായിട്ട് എഞ്ചിനില്ലല്ലോ. പിന്നെ ഇതിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു സാർ ഒരു വണ്ടിക്ക് ഒരു മിനിമം സർവീസ് കോസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇതിന്റെ സ്പ്ലിറ്റപ്പ്? അപ്പൊ അവര് ഇങ്ങനെ ഓരോ സ്പ്ലിറ്റപ്പ്, സാർ AC ഡസ്റ്റ് ക്ലീനിങ്, ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാ 1500 കിലോമീറ്റർ AC ഡസ്റ്റ് ക്ലീനിങ് മസ്റ്റ് ആണോ? പിന്നെ കൺസ്യൂമബിൾസ്. അപ്പൊ ഞാൻ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ വരെ മരത്താക്കരയുള്ള ഒരു ഷോറൂമിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സർവീസിന്റെ കോസ്റ്റ് ഇതുപോലെ തന്നെ അവരോട് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കും ചേട്ടാ സർവീസിന് എത്ര കോസ്റ്റ് വരും എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അപ്രോക്സിമേറ്റ്ലി ഒരു എമൗണ്ട് പറയും. അപ്പൊ ഞാൻ ഇതിന് അപ്രോക്സിമേറ്റ്ലി പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് എമൗണ്ട് പറഞ്ഞൂടെ എന്ന് പറയും. അപ്പൊ അങ്ങനെ ശരിക്കും 30,000 സർവീസ് ഞാൻ അവിടെ ചെയ്തപ്പോ എനിക്ക് എമൗണ്ട് കണ്ടപ്പോ അത് കൂടുതലായിരുന്നു. കാരണം ഇവർ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസ്യൂമബിൾസ് എന്ന് ചോദിച്ചു. അപ്പൊ സാർ ഇത് മറ്റേ ഇതിന്റെ തുടക്കുന്ന തുണി ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കൺസ്യൂമബിൾസ് ആണ്. അപ്പൊ അതിനുശേഷമാണ് ഇതിന്റെ ഒരു ആപ്പ് വന്നത്. കാരണം ഓരോ സർവീസിന് എത്ര കോസ്റ്റ് ഉണ്ടെന്നുള്ളത് പലർക്കും പല കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനും അറിയില്ല ആപ്പിനെ കുറിച്ച്. അതിന്റെ അകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന കാര്യം ഇന്ന സർവീസിന്. അപ്പൊ അത് ഏകദേശം അതന്നെ വരുന്നുള്ളൂ. ചെറിയൊരു വേരിയേഷൻ അപ്പുറത്തേക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അനുസരിച്ച് വ്യത്യാസം വരുന്നുള്ളോ. കൂടി വന്ന 500 രൂപ പോലെ 1000 രൂപയുടെ ഡിഫറൻസ് വരും. പക്ഷെ പലർക്കും അറിയില്ല, പലരും ആപ്പ് യൂസ് ചെയ്യുന്നില്ല. ഇല്ല അതുകൊണ്ട്. പക്ഷെ അത് അത് അവെയർ ആണെന്നുണ്ടെങ്കിൽ ഇവര് നമ്മൾ ചൂഷണം ചെയ്യില്ല. കാരണം സർവീസ് സംബന്ധമായിട്ടുള്ള ഈ ഓവർ ബില്ലിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പൊ പലരും നേരിടുന്നത്. തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് അറിയാവുന്നവരത് ചലഞ്ച് ചെയ്യും, റീസണബിൾ റേറ്റിൽ സർവീസ് ചെയ്തെങ്കിൽ പോകും. അതെ
ഇനിയും എല്ലാവരും അത് ശ്രദ്ധിക്കുവാണെങ്കിൽ അത്രയും നല്ല കാര്യം. ഇപ്പൊ ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 10-20,000 കിലോമീറ്റർ ഒക്കെ ഓടിപ്പോ എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പിന്റെ കാര്യം ഒന്നും അറിയില്ല. ഞാൻ സെഡ് കണക്ട് ആപ്പ് ഉണ്ട്, അല്ലാണ്ട് പറഞ്ഞ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ അവിടെ പുന്നപ്പുറ ചാർജ് ചെയ്യാൻ വന്നപ്പോ ആരോ ഒരാള്, എനിക്കറിയില്ല ആരാന്നുള്ളത്, ചേട്ടനാണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്, അതായത് EV ഓണേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, തിയാഗോന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും എന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്പർ ആഡ് ചെയ്തോളാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആഡ് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഈ ആപ്പിന്റെ കാര്യമൊക്കെ അതിനകത്ത് വരുന്നത്. അപ്പൊ നോക്കിയപ്പോ പറഞ്ഞാൽ പിന്നെ സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും എത്ര എമൗണ്ട് വരുന്നു ചോദിക്കും. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ തൃശ്ശൂർ കൊടുക്കില്ല, ഞാൻ സ്ഥിരമായിട്ട് പിന്നെ കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്സൺ ഡാറ്റയിലാണ് കൊടുക്കല്. ഞാൻ തൃശ്ശൂരത്തെ ഇവിടെ കൊടുക്കലില്ല, സാധാരണ അവിടെ നിർത്തി ഞാൻ. കാരണം എനിക്ക് അവിടുത്തെ ഇപ്പൊ ലക്സണിൽ ഞാൻ വന്നപ്പോ എനിക്ക് സർവീസും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഞാൻ ലാസ്റ്റ് ടൈം എന്റെ 67,500 സർവീസ് ഞാൻ കൊടുത്തത് ഇവിടെ പുതിയൊരു ഈ മാമംഗൽ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് അവർ ലക്സൺ ഡാറ്റയുടെ തന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ ലക്സൺ ഡാറ്റയിൽ ഇപ്പൊ പൊതുവെ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ സർവീസ് വരെ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം സർവീസിൽ കൊടുത്തിട്ട് ലാസ്റ്റ് ടൈം എനിക്ക് വാട്ടർ സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആണ് സർവീസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഞാൻ കണക്കൂട്ടുമ്പോൾ ഞാനിപ്പോ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 6 കിലോമീറ്ററിന്റെ കണക്കൂട്ടുമ്പോൾ ഇതിനപ്പുറത്തേക്ക് കണക്കൂട്ടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കിലോമീറ്ററിന്റെ തന്നെ സർവീസ് ചാർജ് നമ്മൾ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ 8 രൂപയോളം വരും ഏകദേശം കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 8 രൂപയോളം കിലോമീറ്റർ. ഈ 6 രൂപ എന്ന് പറഞ്ഞത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 6 രൂപ എന്ന് പറഞ്ഞപ്പോ ഒരു ഈ കിലോമീറ്ററിന്, അതായത് ഇപ്പൊ ഒരു പെട്രോളിന് വരെ 106 രൂപ കണക്കൂട്ട്. ഇപ്പൊ 106 രൂപ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇവൺ ഒരു ആവറേജ് ഒരു 17 കിലോമീറ്റർ ഉള്ള വണ്ടി ഒക്കെ ഉണ്ടാവുള്ളൂ. പെട്രോളിന്റെ വണ്ടി 15 കണക്കൂട്ടിയെങ്കിൽ 17 കണക്കൂട്ടാവും. ആവറേജ് 16 കണക്കൂട്ടിയാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 106 ഹരിക്കണം 16 കണക്കൂട്ടിയാൽ തന്നെ ഒരു 6 രൂപ 62 പൈസ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടിയേക്കാളും കൂടുതലാ. അപ്പൊ എങ്ങനെ പോലും മിനിമം ബയർ മിനിമം കോസ്റ്റ് 8-9 വരും. കാരണം സർവീസിന്റെ കോസ്റ്റ് എല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ നമ്മുടെ 5 ലക്ഷം രൂപയോളം ഇതിനിപ്പം നമ്മൾ മുടക്കേണ്ടി വന്നേ പെട്രോൾ വണ്ടിയാണെങ്കിൽ. നമ്മൾ ഇത്രയും പൈസ മുടക്കേണ്ടതുകൊണ്ട് പലപ്പോഴും ബൈക്കോ ബസ്സോ പ്രിഫർ ആയിട്ട്. ഞാനിപ്പോ ആലപ്പുഴ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മേടിച്ച പിന്നെ എന്താ പറയാ, ഞാൻ ബൈക്ക് ഉപയോഗിക്കില്ല. കാരണം ഇതിൽ തന്നെയാണ് ഫോണുള്ളത്. കാരണം ഫുൾ യാത്ര ഇതിൽ തന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ എന്റെ കൊളീഗ്സിന്റെ കൂടെ വരുമ്പോൾ ഞാനിവിടെ വരുന്നു, ട്രെയിൻ അല്ലെങ്കിൽ ബസ്സിന് വരുന്നു, അവരുടെ കൂടെ കൊളീഗ്സിന്റെ കൂടെ എന്ന് പറഞ്ഞ് കയറി പോകുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കിപ്പോ ഇത് വന്നപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ വന്നപ്പോ എന്റെ വണ്ടി എടുത്ത് തന്നെ പോവാറ്. പിന്നെ അവിടെ വെറുതെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നാൽ ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ കാലത്ത് പോയിട്ട് ചാർജ് ചെയ്യണം, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച്. എങ്കിലും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ എക്കണോമിക് ആയിട്ട് സംഗതി നമ്മൾ കുറച്ചൊന്ന് സഫർ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭം കിട്ടുമ്പോൾ, അതായത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഡ്രോബാക്സ് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി ഫ്യൂച്ചറിൽ മാറും. കാരണം ഇപ്പം പല റെസ്റ്റോറന്റുകളിലും ഒക്കെ ചാർജിങ് സ്റ്റേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ പ്രദേശ് റെസ്റ്റോറന്റ് ആണ്, വളരെ ചരിത്രമുള്ള പ്രദേശ് റെസ്റ്റോറന്റ്. ഞാനിവിടെ റിക്വസ്റ്റ് ഇപ്പൊ ഒരു സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3.2ന്റെ മറ്റേ പോയിന്റെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു പ്ലഗ് എങ്കിലും വെച്ച് നിങ്ങൾ ചാർജ് ചെയ്താലും കുഴപ്പമില്ല, പൈസ കൂടി ചാർജ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് ധൈര്യമായിട്ട് കുട്ടിയിട്ട് കിടന്ന് ഉറങ്ങാലോ. ഇവരെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നാമത് വളരെ തിരക്കുള്ള റെസ്റ്റോറന്റ്, മൊത്തം സിനിമാ താരങ്ങളൊക്കെ സ്ഥിരം വന്നോടെ അത്രയും തിരക്കുള്ളതാണ്. അവരുടെ വണ്ടി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടാനായിട്ട് സ്ഥലമില്ല. അപ്പൊ അവര് പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻ കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവരുടെ വണ്ടി തന്നെ അവർ പറയും പരമാവധി കൊണ്ടുപോകണം പറയും. കാരണം വേറെ ഒന്നുമില്ല, അവർക്ക് അത്രയും തിരക്കുള്ള റെസ്റ്റോറന്റ് ആയതുകൊണ്ട് ഇവിടെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും ചാർജിങ് സ്റ്റേഷൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഏറെക്കുറെ മാറാം. പിന്നെ ഒരു സമയത്തിന്റെ ബുദ്ധിമുട്ടാണ്. സമയത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഗ്രാജുവലി ഇയർ ബൈ ഇയർ എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജി ഒക്കെ എന്തായാലും വരും. പണ്ട് എന്ന് പറഞ്ഞ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ചാർജിങ് സിസ്റ്റങ്ങളൊക്കെ വന്നില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്താ പറയാ, നമ്മുടെ ഈ ഒരു വണ്ടി ഒരു 3-4 കൊല്ലം ചിലപ്പോൾ മാറ്റേണ്ട സമയം വരുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു ടെക്നോളജികൾ വരും. തീർച്ചയായിട്ടും വരും. സ്വാഭാവികമായിട്ടും ഇഷ്ടം പോലെ വണ്ടികൾ വരും, പുതിയ ടെക്നോളജി വരും. അപ്പൊ നമ്മളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റേജ് ആണ്. കാരണം പണ്ട് നെക്സോൺ എടുത്ത സമയത്ത് എനിക്ക് EV എടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് അത് കോസ്റ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചാണ്. പിന്നെ അതിനുശേഷം ആക്ച്വലി ഈ നെക്സോൺ കഴിഞ്ഞിട്ട് അവർ വരുന്നു കൊണ്ടുവരുന്ന വണ്ടി ആൾട്രോസ് ആയിരുന്നു. ന്യൂസിലും കാര്യങ്ങളൊക്കെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്ത വരാൻ പോകുന്ന EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്രോസ് ആയിരുന്നു എന്നാണ് ഫസ്റ്റ് അവരെ ഇത് ഞാൻ ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോ സഡൻലി അത് എന്താ പറയാ ടിഗോർ വന്നു. ടിഗോർ എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വണ്ടി. എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വണ്ടി. സെഡാൻ ആയതുകൊണ്ട് പിന്നെ എനിക്ക് അതിന്റെ ഒരു ലുക്കും കാര്യങ്ങളും എന്താ പറയാ ഒരു
എന്തോ ഇഷ്ടപ്പെട്ടില്ല വണ്ടി. അപ്പൊ ഞാനത് ഇത് പൊതുവെ ഇപ്പം നമുക്ക് എക്കണോമിക് ബെനിഫിറ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ സർവീസ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആരും സംസാരിക്കാത്ത ഒരു ഭാഗമാണ് ഈ ഡ്രൈവിംഗ് കംഫർട്ട്. കാരണം ഈ പെട്രോൾ വണ്ടി സാധാരണ ഓട്ടോമാറ്റിക് അല്ലാത്ത വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാർ ഇത് ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം ഫീൽ ചെയ്യും. സ്ഥിരം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആണ്. പൊതുവെ എല്ലാ ഇവികളും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇ വി എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ടുള്ള ഇ വി എന്ന് പറഞ്ഞാൽ ഇ വി മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ബാക്കിയുള്ള ഇ വി ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിന്റെ ഒരു എന്താ പറയാ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഒഴുകി പോവാന്ന് പറയില്ലേ, അങ്ങനെ ഐസി എഞ്ചിൻ വണ്ടിയായിട്ട് കമ്പയർ ചെയ്താൽ മതി. കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം സുഖമാണ് ഓടിക്കാൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കാലും ഒരു കൈയും മതി ഒരു കാലും ഒരു കൈയും മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, കാരണം നമ്മൾ ഈ ഇത് ഓടിച്ചിട്ട് എന്താ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗിയറിലെ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ ചെറിയൊരു എന്താ പറയാ നമുക്ക് പെട്ടെന്നൊരു ഇതുണ്ടാവും. പക്ഷെ എനിക്ക് ഗിയറിലെ വണ്ടി ഓടിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പണ്ടോട്ട് ശീലിച്ചിട്ടുള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ. എന്നാലും ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര കംഫർട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാന്ന് തോന്നിച്ചിട്ടുണ്ട്. കാരണം അല്ല ഇപ്പൊ നമ്മള് നേരത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പൊ കൂടുതലും ടിയാഗോ ഓടിച്ചു പോകുന്ന ലേഡീസ് ആണ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, എന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്കൊരു ബൈക്ക് പോലെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ടിയാഗോന്റെ എന്തെങ്കിലും ഗുണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഡോക്ടേഴ്സിനൊക്കെ മീറ്റിലും അങ്ങനത്തെയാണ് എന്റെ ജോലി വരുന്നത്. കാരണം ഓരോ സ്ഥലങ്ങളിലും അപ്പൊ എനിക്കിതെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു പാർക്കിംഗ് സ്പേസോ അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല. എനിക്ക് കിട്ടിയ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം വളച്ച് ഒതുക്കിയിടണം. അപ്പൊ ഇത് ചെറിയ വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി എനിക്ക് കുറച്ചും കൂടി കംഫർട്ടാണ്. ടിയാഗോ ആയതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ. അതാണ് ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അങ്ങനെ ബുദ്ധിമുട്ട് ചോദിക്കുന്നത്? അങ്ങനെ എവിടെയെങ്കിലും ചാർജ് തീർന്നു പോകുന്ന അവസ്ഥയോ ഇല്ലെന്നുണ്ടെങ്കിൽ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞു ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല? ഇല്ല, കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ ചെന്നു ചാർജ് തീർന്നു, അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണം, അപ്പോഴത്തേക്ക് ചാർജ് ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് ചാർജ് തീരുന്ന ഒരവസ്ഥ ഒന്നും ചാർജ് സ്റ്റേഷൻ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഉണ്ടാവുന്ന വെച്ചാൽ അങ്ങനെയുണ്ട്. പക്ഷെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ കാര്യങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്താണ് പോവാറ്. ഈ വണ്ടി ഇപ്പോ എന്താ പറയാ അപ് ടു ഞാൻ തന്നെ ഓടിച്ചുള്ള കണ്ണൂർ ടു ട്രിവാൻഡ്രം വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട് ഈ വണ്ടി കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഞ്ചാവൂര്, മധുരൈ, ചെന്നൈ അങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് വണ്ടി കൊണ്ട്, വണ്ടി എടുത്ത സമയത്ത്. അപ്പൊ അവനായിട്ട് സമയത്ത് 1-2 സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ചാർജിങ് സ്റ്റേഷൻ ഇതിൽ കാണിക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോ പിന്നെ അവിടെ ചെല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ ചാർജർ നമ്മുടെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പ്രശ്നം വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷോപ്പിൽ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചാർജ് കയറ്റിയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അടിച്ചു. അല്ലാണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്താണ് പോകേണ്ടത്. ഇതിനെക്കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് പോസിറ്റീവ് മാത്രമേ, എനിക്ക് നെഗറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം പല നെഗറ്റീവുകൾ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ചാർജർ, വലിയ ചാർജർ 7.2 ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു വീട്ടില്. ഞാൻ സാറിനെ പുന്നപ്പുറ വെച്ച് പരിചയപ്പെടുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം വൈകിട്ട് ഓട്ടം കഴിഞ്ഞ വണ്ടി കൊണ്ട് വീട്ടിലിട്ടു. നൈറ്റ് കറണ്ട് ഇല്ല, ചാർജ് ചെയ്യാൻ മാർഗമില്ല. അങ്ങനെ വന്നപ്പോ 8% ചാർജ് മിച്ചമുള്ളൂ. അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ പുന്നപ്പുറ വരുമ്പോഴാണ് അവിടെ വെച്ച് കാണുന്നത്. നമ്മൾ വണ്ടി എടുത്ത ആദ്യത്തെ 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് ഉള്ളിലാണെന്നാണ്. മേ ബി ആയിരിക്കാം, അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നാണല്ലോ. എനിക്കിപ്പോ മുഖം എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ 70,000 കിലോമീറ്റർ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിൽ, നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന്റെ ടയർ ഞാൻ ഒരു 42,000 കറക്റ്റ്, ഞാൻ ഏകദേശം 5,000 കിലോമീറ്റർ കറക്റ്റ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഞാൻ സർവീസ് അലൈൻമെന്റ് ഒക്കെ പക്കയാണ്. കാരണം ഈവൻ സർവീസിന്റെ ടൈം കഴിഞ്ഞാൽ മാക്സിമം 500 കിലോമീറ്റർ ഉള്ളിൽ ഞാൻ സർവീസ് ചെയ്തിരിക്കും. ഞാനത് കിലോമീറ്റർ നീട്ടിക്കൊണ്ട് പോവാറില്ല. അപ്പോ ഇതിന്റെ ഈ ടയർ മാറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഇതിന്റെ ടയറിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഗ്രിപ്പില്ല. ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ടയറാണ്. കാരണം എഡ്ജൊക്കെ കയറുമ്പോ എന്ന് പറഞ്ഞ വണ്ടി ടയർ ഇടം തിരിയും. അപ്പൊ ഇതുകൊണ്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അലൈൻമെന്റ് ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഗ്രിപ്പുള്ള ടയർ ഇടാം, ഫസ്റ്റ് വരുന്ന വണ്ടിയൊക്കെ ഇങ്ങനെയാണ് ഗ്രിപ്പുള്ള ടയർ. ഞാൻ യോക്കഹാമയുടെ എനിക്ക് ഈ ടയറിന് 3,800 മറ്റേത് 6,000-ഓളം രൂപ വില വരും. നല്ല ടയർ, കിലോമീറ്റർ കൂടുന്ന ടയറും ക്വാളിറ്റി ടയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മേടിച്ചിട്ടു. ഞാൻ നടത്തുന്ന ഒരു കടന്ന് മേടിച്ചിട്ടിട്ട് അപ്പൊ എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയിപ്പോ ഞാൻ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി വരണമെന്നുണ്ടെന്ന് എനിക്ക് 50 കിലോമീറ്റർ ഉള്ളത്. അപ്പൊ ഏകദേശം 25 കിലോമീറ്റർ അങ്കമാലി എത്തണം. അപ്പൊ ഞാൻ നോക്കി 35, അപ്പൊ എന്ന് പറഞ്ഞാൽ 25% കഴിഞ്ഞ് ബാക്കി 75% പോകണം. അപ്പൊ ഞാൻ സഡൻലി ടയർ മാറി നേരെ പോയ വഴിക്ക് എന്ന് പറഞ്ഞാൽ ഈ 75 വരേണ്ട സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ 65-ഓ 62-ഓ വന്നു.
അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ ചാർജ് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ പിന്നെ ജസ്റ്റ് നോക്കാൻ തുടങ്ങി ഓരോ പേഴ്സൻറ്റേജ് ഇറങ്ങുമ്പോൾ എത്ര കിലോമീറ്റർ പോകേണ്ടത്. അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് മറ്റേത് ഒരു ശതമാനത്തിന് 2 കിലോമീറ്റർ ഓടുന്ന ഒരു ശതമാനത്തിന് ഏകദേശം 1.2 അല്ലെങ്കിൽ 1.3 ഒക്കെ ഓടേണ്ട ഒരു സിറ്റുവേഷൻ, 1.5. അപ്പൊ ഞാൻ ഇതെന്താന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അന്ന് വൈകുന്നേരം വന്നിട്ട് ഞാൻ ഇവിടെ ഷോപ്പിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ സംഗതി ഉണ്ട്, അപ്പൊ എനിക്ക് ടയറിന്റെ ആണെന്ന് സംശയം ഉണ്ടെന്ന്. ഇപ്പൊ ആള് ഞാൻ ഇതുപോലെ ആലപ്പുഴ വരുന്ന സമയമായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമില്ല, കുഴപ്പമില്ല, നീ വണ്ടി ഒരു കുറച്ച് കിലോമീറ്റർ ഓടിച്ചു നോക്കി തുടക്കം ആയതുകൊണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നേരെ ആലപ്പുഴയ്ക്ക് വന്നേ. ആലപ്പുഴയ്ക്ക് വന്നിട്ട് ഇതന്നെ അക്രമം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഈ പറഞ്ഞു പിടിച്ച് 200 കിലോമീറ്റർ ആവറേജ് പറഞ്ഞ വണ്ടി ഏകദേശം ഒരു 150 കിലോമീറ്ററിലേക്ക് സഡൻലി 150 മാക്സിമം 160 ഗ്രിപ്പ് കൂടിയ ടയറായിരുന്നു. ഗ്രിപ്പ് കൂടി ടയറായിരുന്നു. ഒരു 40 കിലോമീറ്ററിന്റെ ഫുൾ ചാർജിൽ ഡ്രോപ്പ് വന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു കുഴപ്പമില്ല, ഈ സെയിം ടയർ ഉണ്ട്, അതൊന്ന് മാറി തരാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നേരെ ആലപ്പുഴ പോയി. പുള്ളി എനിക്ക് ഈ ടയർ മാറ്റിയിട്ട് വേറെ ടയർ ഇട്ടുന്നു. അപ്പൊ അതിൽ അവർ വിൽക്കണതിൽ ചെറിയൊരു പൈസ എന്താ പറയാ എന്റെ കയ്യിൽ പോയി. അത് എങ്കിലും കുഴപ്പമില്ല, കാരണം ഞാനിതും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുൾ ചാർജ് 40 കിലോമീറ്റർ ഇട്ട് ഞാൻ ആ 40 കിലോമീറ്റർ വലിയൊരു ഘടകമാണ്. അതെ. അപ്പൊ ഞാനത് അല്ലെങ്കിലും ടാറ്റ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ഓട്ടോമേഷൻ വരുത്തരുതെന്നും പറയാറുണ്ട്. റേഞ്ചിനെയും ബാധിക്കും, വാറന്റിയും ബാധിക്കും. ഈ റേഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ ഇത് മാത്രമല്ല ചെയ്തത്, ഞാൻ ഈ വണ്ടി നേരെ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയത്. സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്താക്കര കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, ടയർ മാറിപ്പോ. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂ വരില്ല, ടയറും ഇതിന്റെ വണ്ടിയും ഇതായിട്ട് ഒരു ബന്ധമില്ല. അവർ പറഞ്ഞ ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുമ്പ് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടോ? അതായത് ആ സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ 40,000 കിലോമീറ്റർ ടയർ മാറിയ ആളപ്പോ നോക്കിയപ്പോ അത്രയും കിലോമീറ്റർ ആയിട്ട് ടയർ മാറിയ ആരുമില്ല ആ സമയത്ത്. അവിടെ ആ ഷോറൂമിൽ അവിടെ സർവീസ് സെന്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുള്ളവരില്ല. ടയർ പൊട്ടിയിട്ട് ഒന്ന് മാറിയിട്ടുള്ള ആൾക്കാരുണ്ടെന്നല്ലാണ്ട് കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടില്ല. അപ്പൊ ഞാനത് എന്തായാലും അവർ പറഞ്ഞു. പിന്നെ അവര് എന്താ പറയാ വണ്ടി പിറ്റേ ദിവസം ഒരു ദിവസം വരാൻ പറഞ്ഞിട്ട് അവരൊന്ന് ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ബാറ്ററിയുടെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും എന്താ പറയാ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തെ എനിക്കിത് കുറഞ്ഞു എന്നുള്ളത് റിയാലിറ്റിയാണ്, ഇതിൽ എന്തെങ്കിലും റീസൺ പറയാം. അപ്പൊ ഞാൻ അവരുടെ ഭാഗത്ത് എനിക്കൊരു മറുപടി ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് എന്റെ കണക്കൂട്ടിൽ പറഞ്ഞ ടയർ മാറിയ വെരി നെക്സ്റ്റ് മൊമെന്റിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സാധാരണ ടയറും റേഞ്ചായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ഇത് സർവീസ് സെന്ററിൽ കുറച്ചിട്ടുള്ള ടയറാണ്. അതായത് പറഞ്ഞാൽ ഗ്രിപ്പ് ഇതിന് കുറച്ച് കൂടുതലാണ്. പക്ഷെ വണ്ടി ഞാൻ ആ മറ്റേ പുതിയ ടയർ ഇട്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി സ്മൂത്ത് ആണ് ഓടിക്കാൻ. കാരണം ഒന്നും കൂടി ഒരു എന്താ പറയാ നമുക്കൊരു പിടുത്തം ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതുങ്ങി ഓർഡർമാരി ഇങ്ങനെ ഫീലിംഗ് ആണുള്ളത്. അപ്പൊ ആ ഒരു പ്രശ്നം എന്താ പറയാ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രശ്നമുണ്ട്. കാരണം മേജർ പ്രശ്നം ഞാൻ സർവീസ് സെന്ററിൽ കംപ്ലൈന്റ് പറഞ്ഞ് മടുത്ത പ്രശ്നം. അതായത് ഇതിന് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഡൻ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് കുതിച്ചിട്ടേ വണ്ടി ബ്രേക്ക് ആവുള്ളൂ. അതായത് എന്തോ ബ്രേക്ക് ഔട്ടും എന്തോ ബ്രേക്ക് കുടുങ്ങിയേക്കുന്ന പോലൊരു ബ്രേക്കുകൾ കുടുങ്ങിയേക്കുന്നല്ല, ബ്രേക്ക് ഇങ്ങനെ ചവിട്ടണ വഴിക്കുന്ന വണ്ടി ഇങ്ങനെ പോണ വണ്ടിയാണെങ്കിൽ ഒരു ചാട്ടം ചാട്ടം നിൽക്കും. അതായത് ഇപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് ചിലപ്പോൾ വണ്ടി കൊണ്ട് ഇടിക്കും. അത് നമ്മൾ ഭയങ്കര പേടിയായി പോകും. അത് ഒരു അൺഈവൻ സർഫസ് ആണ് കൂടുതൽ. അതെ നമ്മൾ പെട്ടെന്നൊരു വണ്ടി ക്രോസ് ചെയ്തു സഡൻലി അങ്ങനെ ചവിട്ടേണ്ട സമയത്ത്. പക്ഷെ ഇത് എപ്പോഴും വരുന്നില്ല. ഞാനിതൊരു നമ്മള് വണ്ടിയെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്തോ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ടയറെ കുടുങ്ങിയ പോലെ എന്തോ കടിക്കുന്ന പോലെ ആണ് പിടിച്ചിട്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇത്. അപ്പൊ ഞാനിപ്പോ ഓടിച്ച് ഞാൻ ഒരു 3-4 സർവീസിൽ ഫ്രീ ചെയ്യുന്ന അവരെന്റെ കൂടെ ഇരുന്ന് വണ്ടി ഓടിച്ച് ബ്രേക്ക് ഔട്ടി നോക്കി. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് അത് ഫീൽ ചെയ്യണില്ല. ഞാൻ പക്ഷെ എനിക്കിത് ഉണ്ടായിട്ടുള്ളതാണ്. ആ സമയത്തൊന്നും അവർക്കിത് പറ്റിയിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെയിം ടിയാഗോന്റെ EV ഞാൻ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും. അപ്പൊ എല്ലാവർക്കും സെയിം അനുഭവം ഉണ്ട്. അപ്പൊ സർവീസ് സെന്ററിൽ പോയി പറഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പൊ ഞാൻ നമ്മളൊരു 60-70 ഓടിക്കുമ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. എനിക്കങ്ങനെ 60 എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത്യാവശ്യം സ്പീഡില് ഞാനൊരു 30-40-50 കൂടുതൽ ഓടിക്കുന്നത്. അത്യാവശ്യം തിരക്കുള്ളപ്പം ഇച്ചിരി സ്പീഡിൽ ഓടിച്ചാൽ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാനിത് എനിക്ക് എന്താണ് കാരണം അറിയാത്തത് ഞാൻ പിന്നെ പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് ആയി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു ടാറ്റയ്ക്ക് ഒരു മെയിൽ അയച്ചത് എല്ലാവർക്കും നോക്കുമ്പോൾ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വണ്ടിക്ക് ഇതൊരു എന്റെ ഫ്രണ്ട് വെഹിക്കിളിൽ കുറെ കമ്പനികളെ വർക്ക് ചെയ്ത് അവൻ പറഞ്ഞത് ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വണ്ടി റീകോൾ ചെയ്യും. ശരിക്കും ഇങ്ങനെ പ്രശ്നമാണെന്ന് റീകോൾ ചെയ്യും, കുറച്ച് നാളെ എക്സ്പീരിയൻസ് റീകോൾ ചെയ്യും. പക്ഷെ സർവീസ് സെന്ററിൽ വരുമ്പോൾ ആരും ഇതിനെക്കുറിച്ച് ബോധമല്ല. കാരണം നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ പറഞ്ഞാൽ അവർ ഓടിച്ചു നോക്കിയിട്ട് ഇതില്ല ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് നമുക്കിപ്പോ തെളിയിച്ച് കാണിക്കാൻ പറ്റില്ല. അല്ല അതൊരു 99% സർവീസ് സെന്ററിന്റെ പ്രശ്നമാണല്ലോ. അവർക്കൊരു വിഷയം പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാലതാമസം അവർക്കത് അറിയില്ല. കാരണം പുതിയൊരു ടെക്നോളജി, പുതിയൊരു സംവിധാനം അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ EVക്ക് മാത്രമായി സർവീസ് സെന്ററുകൾ
വരണം. അങ്ങനെ പല ഇപ്പം തിരുവനന്തപുരത്തൊക്കെ എറണാകുളത്തൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് IC എഞ്ചിന്റെ കൂടെ തന്നെയാണ് ഇവർ പണിയുന്നത്. അതിനുവേണ്ടി മാത്രം ഒരു സർവീസ് സെന്ററും ടെക്നീഷ്യനും വരുവാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരും, മേ ബി മാറ്റം വരുമായിരിക്കാം. അപ്പൊ അതാണ് എനിക്കൊരു കംപ്ലൈന്റ്. പക്ഷെ ഞാൻ ഇത് എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് എന്താണ് ഇതിന്റെ പ്രോബ്ലം എന്നുള്ള ഞാൻ നോക്കിയപ്പോ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശരിയാണെന്ന് അറിയില്ല. നമ്മൾ റീജനറേഷൻ ഇട്ട് ഓടിക്കുന്ന സമയത്താണ് ഇഷ്യൂ വരുന്നത് അത്രേ. അപ്പൊ ഫസ്റ്റത്തെ ബ്രേക്കിങ്ങിൽ ഈ റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ആവുന്നതും ഫസ്റ്റത്തേല് റീജനറേഷൻ റിലീസ് ആവുന്നു, അതിനുശേഷമാണ് ബ്രേക്കിംഗ് വരുന്നതാണ് ഗ്രൂപ്പിൽ ആരോ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തിയിട്ട് പറഞ്ഞു കേട്ടത്. നമുക്ക് അറിയില്ല. റീജനറേഷൻ ഇടാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ റീജനറേഷൻ ഇടാണ്ട് സാധാരണ ഓടിക്കാറില്ല. സാധാരണ റീജനറേഷൻ ഇടാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല പവറാണ് വണ്ടിക്ക്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്പോർട്സ് മോഡെ പോകുന്ന പോലെ ഭയങ്കര പവറാണ്. ഞാൻ ഒരു ദിവസം റീജനറേഷൻ ഓടിച്ചപ്പോൾ നമ്മൾ ആ നോർമലി ഓടിക്കുന്ന ആ ഒരു ഇതിൽ വണ്ടി നിൽക്കൂല, കാരണം വണ്ടി ഭയങ്കര പവറിൽ അങ്ങോട്ട് പോകും. അപ്പോ അങ്ങനെയാണ് സാധാരണ ഈ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് വന്ന കംപ്ലൈന്റ് ഇതിന്റെ ഇഷ്യൂ ആണ്. പിന്നെ എനിക്കത് കുറച്ച് യൂസ്ഡ് ആയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ എനിക്കത് പഠിപ്പിച്ചു വെച്ചു, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ നമുക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലോ. അപ്പൊ അതാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടയർ എന്നിട്ട് ഞാൻ സെയിം ടയറിന് മേടിച്ചിരുന്നു. അപ്പൊ ഇനി ഞാൻ ഈ വണ്ടി ഓടണോത്തോളം കാലം സെയിം ടയറിന് മേടിച്ചിരണം. അതാണ്, വേറെ ടയർ മാറ്റി ഇടാൻ പറ്റില്ല. അപ്പൊ EV ടയർ എന്ന് പറഞ്ഞാൽ അപ്പോളന്റെ വേറെ EV ടയർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഞാനിനി റിസ്ക് എടുക്കാൻ എന്തായാലും തയ്യാറല്ല. കാരണം വെറുതെ ടയർ ഇട്ട് പരീക്ഷിച്ചിട്ട് അപ്പൊ അവരെനിക്ക് പരിചയമുള്ള ഷോപ്പ് ആയതുകൊണ്ട് ടയർ വേറെ മാറി തന്നു. വേറെ വല്ല കടയിലേക്ക് കഴിഞ്ഞ് ടയർ മാറി തരുമോ? ഒരിക്കലും ആരും മാറി തരില്ല. എല്ലാവരും ചോദിച്ചാൽ എങ്ങനെ ടയർ മാറി തന്നു എന്ന് ചോദിച്ചു. ഞാൻ സ്ഥിരമായിട്ട് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് 2 വണ്ടിയുടെ അലൈൻമെന്റ് ഒക്കെ സ്ഥിരമായിട്ട് അവിടെ ചെയ്യുന്ന ഒരു ഷോപ്പ് ആയതുകൊണ്ട് അവരെനിക്കത് മാറി തന്നു. അല്ലെങ്കിൽ ആരെങ്കിലും മാറി തരും? ഒരിക്കലും മാറി തരില്ല. അപ്പൊ പിന്നെ വേറെ ഇതിന്റെ പോസിറ്റീവ് ആയിട്ട് പറയാനുള്ള ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് പറഞ്ഞു, സർവീസ് കോസ്റ്റ് കുറവാണ്, അതോടൊപ്പം വാല്യൂ ഫോർ മണിയാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ അകത്ത് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത ഈ ഒരു പ്രശ്നം മാത്രമേ. ഇനി ഞാൻ നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാൻ പോണ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഭാവിയിൽ ഇത് പറഞ്ഞ 8 ഇയർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു 1,60,000 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു വാറന്റി പീരീഡ് പറഞ്ഞേക്കുന്നത്. ഈ വൺസ് ഈ വാറന്റി പീരീഡ് കഴിഞ്ഞ് ബാറ്ററിക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലായിട്ട് മാറാന്ന് പറയുന്നുണ്ട്. നിലവിൽ മാറി തരുന്നില്ല. കാരണം വെച്ചാൽ നമ്മളൊരു കംപ്ലൈന്റ് ആയിട്ട് ചെല്ലുമ്പോൾ അവർ ബാറ്ററി കംപ്ലൈന്റ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംവിധാനം ഒന്നെങ്കിൽ പുതിയ ബാറ്ററി ഭാഗ്യമുള്ളവർക്ക് കിട്ടും, അല്ലാത്തവർക്ക് നമ്മളെ ഇപ്പം കംപ്ലൈന്റ് ആയ ബാറ്ററി പോകുമ്പോൾ നന്നാക്കി തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും നമുക്ക് ബാറ്ററി ഫുൾ ആയിട്ട് മാറി തരുവാണ് ഇപ്പം ചെയ്യുന്നത്. ഒരു സെല്ല് വഴി മാറാന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം പഴയ നെക്സോണിന്റെ ഒക്കെ ഇതിനേക്കാളും കൂടുതൽ പറഞ്ഞു ഓരോ ഏത് സെല്ലാണ് കംപ്ലൈന്റ് ആയത് ആ സെല്ല് മാറാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഇതിലെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് അറിയില്ല അതിന്റെ കാര്യം. അപ്പൊ എന്റെ ഒരു കണക്കിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45,000-50,000 കിലോമീറ്റർ എടുത്ത് വെച്ച് ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ ഇനി വണ്ടി എടുത്ത സമയത്ത് തൊട്ട് 3.5 വർഷം 4 വർഷത്തിനുള്ളിലാകുമ്പോഴേക്കും എന്റെ വാറണ്ടി പീരീഡ് കിലോമീറ്റർ എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കും. ഞാനൊരു കണക്ക് കൂട്ടുന്നത്. എങ്ങനെ പോയാൽ ഒരു 3.5 വർഷം മാക്സിമം 3.5 വർഷം ആയേക്കാം. അതിനുള്ള എന്റെ വാറണ്ടി പീരീഡിൽ ഞാനാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് സാർ പറഞ്ഞ കണക്കനുസരിച്ച് 1,60,000 കിലോമീറ്റർ ഓടാൻ വേണ്ടി പ്രകാരമാണെങ്കിൽ വണ്ടിയുടെ കാശ് മുതലായി. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അങ്ങനെ കാശ് മുതലാവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പെട്രോളിന് വണ്ടി ഓടിച്ചു കൊടുത്താൽ മനസ്സിലായി. അപ്പൊ നമുക്ക് മുതലായി. അതുകൊണ്ട് ഞാൻ ആ ഒരു കണക്കൂട്ടിലേക്ക് എടുത്തത്. കാരണം വണ്ടി ആ 1,60,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാലും ഏകദേശം പറഞ്ഞ വണ്ടി മുതലായി. പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ബാറ്ററിയുടെ വില എന്താന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ നെക്സോണിന്റെ 1,60,000 കിലോമീറ്റർ ആയ ഒരാളുടെ ഇപ്പൊ എല്ലാരും പറയുന്നത് ഇപ്പം ഇവർക്ക് വാറണ്ടി പീരീഡിനുള്ളില് അത് എക്സീഡ് ആകുന്നതിന് മുന്നേ അവര് ഇവിടെ ചിലപ്പം ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ നന്നാക്കാനുള്ള സംവിധാനം കൊണ്ടുവരുമായിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മളോടും പറഞ്ഞിട്ടുള്ളത്. അതായത് പല സെല്ലുകളാണ്, പല ബ്ലോക്കുകളാണ്. അപ്പൊ അതിൽ എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നത് മാറ്റി തരുമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാം വാറണ്ടിയിലാണ് വരുന്നത്. അപ്പൊ അത് കഴിയുമ്പോ അത് എന്തായിരിക്കും എന്നുള്ളത്. കാരണം അവർ അത് തന്നെ ചെയ്യുന്നേ. കംപ്ലൈന്റ് ഉള്ള ബാറ്ററി കയറ്റി വിടുന്നു, ഡാമേജ് ആയിട്ടുള്ള സെല്ല് മാറ്റുന്നു, അത് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഇതിന്റെ ഒരു കോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ എത്ര കോസ്റ്റ് വരും? നമ്മള് സാധാരണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിനാണ് പണി വരും. ഇതാകുമ്പോ ഒരു മോട്ടറും ബാറ്ററി ഇല്ല, മെയിൻ എന്ന് പറഞ്ഞ ബാറ്ററി ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ പിന്നെ ആ സമയത്തൊന്നുമില്ല, കിട്ടിയ വണ്ടി കിട്ടിയിട്ട് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വണ്ടി എടുക്കുക, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നഷ്ടമൊന്നും വരാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ പ്ലാനില്ല. ആ സമയം അതാണ് എല്ലാ ബാറ്ററിയും കംപ്ലൈന്റ് വരില്ല. അത് നമ്മുടെ ഭാഗ്യം പോലെ അനുസരിച്ചിരിക്കും. അത് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾക്ക് ഒരുപാട് വണ്ടികൾക്ക് ബാറ്ററി കംപ്ലൈന്റുകൾ 20,000-30,000 കിലോമീറ്ററിൽ റീപ്ലേസ് ചെയ്തതാണ്. ചേട്ടൻ എത്ര കിലോമീറ്ററിൽ റീപ്ലേസ് ചെയ്ത? അത് റീസെന്റ്ലി ആണ്, ഒരു
38 ആ സമയത്താണ്. അപ്പൊ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുറച്ചൊക്കെ ബാറ്ററിയുടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. 2 ദിവസം കൊണ്ട് മാറി കിട്ടി. ആളുകൾ എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം വണ്ടി ഇട്ട കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് 2 ദിവസം കൊണ്ട് മാറി കിട്ടി. ഞാനപ്പോ നമ്മുടെ ജനറൽ ഇലക്ഷൻ നടന്നല്ലോ ഏപ്രിൽ, അതിന്റെ തലേന്ന് കൊണ്ട് കൊടുത്തു. പിറ്റേന്ന് അവധി ആയതുകൊണ്ട് ഒരു തന്നില്ല. ശനിയാഴ്ച ഒരു മാറി, തിങ്കളാഴ്ച വണ്ടി ഇരിക്കുന്നു. ഓക്കെ. അപ്പൊ അത് ഉണ്ടാവും. അതല്ല ഒരു പ്രശ്നം എന്ന് പറയാനായിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഇപ്പൊ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് എന്നെ സംബന്ധിച്ചിട്ട്, കാരണം ഞാൻ ഇപ്പൊ എടുക്കുന്ന ആളുകളോടും പലരോടും ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ചോദിക്കും, ഞാൻ ജസ്റ്റ് ക്യാഷ്വലി ചോദിക്കും. ഫസ്റ്റ് ഇത് എടുത്ത സമയത്ത് ആളുകളൊക്കെ വന്ന് എത്ര രൂപ, എത്ര കിലോമീറ്റർ ഓടി, എങ്ങനെയുണ്ട് ചാർജിങ്, ഫുള്ളിനെ കുറിച്ച് എൻക്വയറി ആൻസർ തരണം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടണ മാതിരി തന്നെ ടിയാഗോ EV ഉണ്ട്. അത്രയധികം വണ്ടികളുണ്ട് ഇവിടെ. EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം ആളുകൾ EV എടുക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഒരാൾക്ക് വണ്ടി സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 3000 കിലോമീറ്റർ എങ്കിലും അവൻ 2500 കിലോമീറ്റർ മാസം ഓട്ടണമെങ്കിൽ മാത്രം EV എടുക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലാഭമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സഫർ ചെയ്യുന്നുണ്ട്. കാരണം പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചാർജിങ്ങിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ലാഭം, കാരണം ഏകദേശം 3-3.5 ലക്ഷം രൂപ കൂടുതൽ വരുന്നുണ്ട്. നോർമൽ വണ്ടിയെക്കാളും കൂടുതൽ വരുന്നുണ്ട് തോന്നുന്നു ഈ വണ്ടിക്ക്. 3 ലക്ഷം രൂപ ആവറേജ് കൂടുതൽ വരുന്നുണ്ട്. ആ 3 ലക്ഷം രൂപ ആവറേജ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മുതലാക്കി എടുക്കാൻ പറ്റണം. കാരണം ഇതേപോലത്തെ ഒരു EV ഒരു 8 കൊല്ലം വരെ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ എടുക്കരുത്. കാരണം EV ടെക്നോളജി മാറി വരും. അപ്പൊ നമ്മൾ ഒരു ലോങ് ടൈമിലേക്ക് ഒരു EV പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയം 4 വർഷം അതിനുള്ള ഉപയോഗിച്ച് 4-5 വർഷത്തെ ഉപയോഗിച്ച് തീർത്ത് അടുത്ത വണ്ടി അപ്ലൈക്ക് എന്ന് പറഞ്ഞാൽ, കാരണം 5 വർഷം മുന്നുള്ള മൊബൈൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. അതിന് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിലും മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കുറെ നാളത്തേക്ക് ഇങ്ങനെ കൊണ്ടു നടക്കണതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്തായാലും ആദ്യത്തെ സമയം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പൈസക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും EV എടുക്കുമ്പോൾ ഞാൻ കണക്ക് കൂട്ടുമെന്ന് പറഞ്ഞാൽ സർക്കാരിന് വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പൈസ കൂടും. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കറണ്ട് ചാർജ് കൂടും. സോളാർ വെച്ചപ്പോ പ്രശ്നം മാറി. സോളാർ വെച്ച് കഴിഞ്ഞാലും ഇതില് ഇപ്പൊ പുറത്തുള്ള ബില്ലിങ് ഇവിടുത്തെ ബില്ലിങ് തമ്മിൽ ഇപ്പൊ നിലവിൽ പ്രശ്നമില്ല. പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിന്റെ ബില്ലിങ്ങിന് 15 രൂപ മുതൽ 22 രൂപ അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതി, അത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കിലോമീറ്റർ 2.69 വെച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. അപ്പൊ അത് 3.13 ആക്കി എന്ന് പറയുന്നുണ്ട്, ഇങ്ങോട്ട് തരും. പക്ഷേ ഇനിയിപ്പോ അവര് ചിലപ്പോൾ നമ്മള് ഉപയോഗിക്കണം, അതായത് 6 മണി വരെ അല്ലെങ്കിൽ ഉപയോഗിക്കണം, നമ്മള് പ്രൊഡക്റ്റ് ചെയ്യണ ഉണ്ടാക്കണ വൈദ്യുതിക്ക് അവർ 2.69. നമ്മൾ കൂടുതലായിട്ട് വണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും കറണ്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂണിറ്റിന് 8.50 എനിക്കുണ്ടായിരുന്നു, അതായത് ഈ സോളാർ വെക്കണതിന് മുന്നേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 8.50 അത് 2 ബില്ലിങ് ആക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പിന്മാറി. ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയും കൂടെ. അതെ, പിന്നെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്, ഇവര് രാത്രിയിൽ KSEBിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാത്രിയിൽ ഉണ്ടാകുന്ന ഉപഭോഗത്തിന് ചിലപ്പോൾ അത് മൊത്തത്തിൽ വന്നേക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒരു ചാർജ്, പകലൊരു ചാർജ്. അത് 10 മണിക്ക് ശേഷമാണെങ്കിൽ, കാരണം എന്റെ വണ്ടി എപ്പോഴും 10 മണിക്ക് ശേഷം ഞാൻ ചാർജിങ്ങിന് ഇടാറ്. അല്ല, ഞാൻ പറഞ്ഞു ഞാനിതൊക്കെ ചിന്തിച്ചു വെച്ചാണ് കാര്യങ്ങളാണ്. കാരണം വണ്ടി എടുക്കണം എന്നുള്ളത് ഞാൻ പറയും, മിനിമം 2500 കിലോമീറ്റർ മാസം ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുക. ഞാനൊരു സംശയം ചോദിച്ചു. പൊതുവെ നമ്മൾ ഈ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്കാണ് കൂടുതൽ ഈ വണ്ടി ഗുണകരം. കാരണം ഒരു ദിവസം 150-200 കിലോമീറ്റർ ഓടുന്നവര് പലപ്പോഴും എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ബൈക്കിലാണ് പോകുന്നത്. ചിലപ്പോ അവർക്ക് ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ്, അത്യാവശ്യം ഒരു ഇൻകം ഉള്ളൊരു മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കാറും കാണും, കാറ് വീട്ടിലുണ്ടാവും, അതിനൊരു 6 രൂപ 7 രൂപ EMI ഉണ്ടാവും, ബൈക്ക് ഉണ്ടാവും, ബൈക്കിലായിരിക്കും ഓടുന്നത്. കാറ് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. എന്റെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, കാരണം പള്ളിയിൽ പോകാൻ മാത്രം വണ്ടി എടുക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി ഇല്ല, ഒരിക്കലും പ്രയോജനപ്രദമാവില്ല. അല്ല, ഞാൻ ചോദിച്ചു വരുന്നത് അവരാ ബൈക്ക് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? പെട്രോൾ എക്സ്പെൻസിനെ പേടിച്ചിട്ടാണ്. അപ്പൊ അവര് 7000 രൂപ അല്ല 8000 രൂപ EMI അടക്കണുണ്ട്. എന്നിട്ട് ആ വണ്ടി യൂസ് ചെയ്യാത്തതിന്റെ കാര്യം പെട്രോൾ കോസ്റ്റ് കൂടുതലായതുകൊണ്ട്. അങ്ങനെയുള്ളവര് അത് മാറി ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ലാഭവും. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലാഭം എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് പൈസ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. കാരണം അവരിപ്പോ ഓൾറെഡി കിലോമീറ്ററിന് ബൈക്കിന് സ്പെൻഡ് ചെയ്യുന്ന പൈസക്കാളും കുറച്ചും കൂടി പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു, ഓൾറെഡി അവർ EMI അടയ്ക്കുന്നു 7 രൂപ. ബൈക്കിന്റെ പെട്രോൾ ഫെയർ ഒരു 5 രൂപ ആണെന്ന് വിചാരിക്കും. 7 5 എത്രയായി?
ബൈക്കിന്റെ പെട്രോൾ ഫെയർ അങ്ങനെ അപ്പൊ 5000 രൂപ 12,000 രൂപ കൊടുക്കണമെന്നല്ല ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ 12,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിലും കണക്ക് പറഞ്ഞത്. ഇപ്പൊ ഈ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 12 ലക്ഷം ഇതിനായി ഒരു 11 ലക്ഷത്തിന് വണ്ടി എടുക്കുകയാണെന്ന് വെക്കി 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും 1 ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ EMI വരുമ്പോ തന്നെ 1700 EMI വരും. 1700 EMI വരും. ഈ 1700 EMI വരുമ്പോ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് എടുക്കുകയാണെങ്കിൽ 17,000 EMI വരും. അവന് ചെലവ് വരുന്നതാണെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. ഈ 12,000 രൂപ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ EMI വരുമ്പോ എന്ന് പറഞ്ഞാൽ 7,000 രൂപ അഡീഷണൽ വരും. പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ കണക്ക് കൂട്ടേണ്ട വേറെ കാര്യം, ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിനാണെങ്കിൽ ഇതിനാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. അപ്പൊ ആ വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കും, ഈ വണ്ടിക്കെങ്കിലും ഇൻഷുറൻസ് അടയ്ക്കണം. അപ്പൊ നമ്മൾ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന മാർക്കറ്റ് ഫീൽഡിലെ ആൾക്കാർക്കാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഗുണമുണ്ട്. കാരണം ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരും രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കമ്പൈൻ ചെയ്ത് പോകാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഇത് എടുത്തെന്ന് പറഞ്ഞാലും അവനൊരു 2 വർഷം കൊണ്ട് അവനെ കൂടുതൽ മുടക്കിയ പൈസ മുതലായി കിട്ടും. അപ്പൊ ബൈക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന, ഇപ്പൊ നിങ്ങള് ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് 6 ദിവസവും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. മഴ, വെയിൽ, ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ, ആ രീതിയിൽ അസഹനീയമായ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു. അങ്ങനെയുള്ള ഒരു ചെറിയൊരു വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. ഇതിലേക്ക് വന്നാൽ അവർക്ക് അത് പ്രയോജനപ്രദമാവില്ലേ? പ്രയോജനപ്രദമാവും, അതിലും എനിക്ക് തർക്കമൊന്നുമില്ല, പ്രയോജനപ്രദമാവും. കാരണം ഞാൻ പറഞ്ഞു ഇത്രയും കിലോമീറ്റർ ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ 5000 രൂപയ്ക്ക് പെട്രോൾ അവൻ ഫ്യൂൽ എക്സ്പെൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് 3 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് വരുന്നുണ്ട്. 5000 വരുന്നുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഓടാനായിട്ട് 100 കിലോമീറ്റർ ഓടാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 300 രൂപ. അതായത് 1000 കിലോമീറ്റർ ആണെങ്കിൽ 3000, ഏകദേശം 1500-2000 കിലോമീറ്റർ അവന് ഓടുന്നുണ്ടായിരിക്കും. അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞു 2500 കിലോമീറ്റർ എങ്കിലും ഓടുകയാണെങ്കിൽ നല്ലത്, എടുക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഫീൽഡ് എടുക്കുന്ന ആളുകളാണെങ്കിലും നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ബൈക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് അവർക്ക് കുറച്ചുകൂടി റേഞ്ച് ഉള്ള ബൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി അവർക്ക് ബെനിഫിറ്റ് ആവുക. കാരണം എല്ലാവരും കാറും കൊണ്ട് എല്ലായിടത്തും നമ്മുടെ പണി നടക്കണ്ടേ. ഇപ്പൊ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാരണം അങ്ങനത്തെ ഞാൻ പോയ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എനിക്ക് പാർക്കിംഗ് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ ചടപെടാന്നുള്ള അങ്ങനത്തെ വർക്ക് ചിലപ്പോൾ നടന്നില്ല. അതും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ചെറിയ വെഹിക്കിൾ കൊണ്ടുപോകുമ്പോൾ വലിയ വെഹിക്കിൾ കൊണ്ടുപോകും. നമ്മുടെ വർക്കിന് അത് സ്യൂട്ടാണോ നോക്കുക, എന്നിട്ട് എടുക്കുക. കാരണം എക്കണോമിക്കലി മാത്രം ലാഭം നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ വർക്കിന് അത് ഉപകാരപ്രദമാവും നോക്കുക. ബൈക്കിൽ നടക്കേണ്ട വർക്ക് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ വഴി കൂടി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കേണ്ട ഒരു വർക്കിന് എന്തായാലും ബൈക്ക് പോകണവർ കാറാ ഒരു ഇതിൽ പോകാൻ പറ്റില്ല. കാരണം ചവിട്ടി കുത്തി കയറി പോകണവർ, ഞാൻ പ്രത്യേകിച്ച് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, കാരണം ഫാർമയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ചില സമയത്ത് അത് കൺവീനിയന്റ് ആവില്ല. അപ്പൊ അത് നമുക്ക് വർക്കിന് സ്യൂട്ട് ആവണമെങ്കിൽ എടുക്കാം. കാരണം എക്കണോമിക്കലി നോക്കുക അവർക്ക് ബെറ്റർ ആയിരിക്കും, അവർക്ക് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ബെറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പൊ അതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാറ് വേണം, അവർക്ക് അവരുടെ ഹെൽത്തും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കാർ എടുക്കുക. അങ്ങനെ ഹെൽത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ EVയുടെ സ്കൂട്ടർ എടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി റേഞ്ച് ഉള്ളതൊക്കെ വരുന്നു പറയുന്നുണ്ട് ഇനി ബൈക്ക് ആണെങ്കിലൊക്കെ കുറച്ചും കൂടി. അപ്പൊ അവർക്ക് അത്രയും കോസ്റ്റ് കൊടുക്കണ്ട. കാരണം ഇത് 12 ലക്ഷം അല്ലെങ്കിൽ 11 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് 2 ലക്ഷം കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി കുറച്ചും കൂടി ലാഭം അതായിരിക്കും. അത് വർക്കിന് ചൂട്ടാണെങ്കിൽ എടുക്കുക, അത്രേ ഞാൻ പറയാറുള്ളൂ. കാരണം അഡീഷണലി ഇങ്ങനെ ആ കണക്കൂട്ടിൽ വരുമ്പോൾ അഡീഷണലി കയ്യിൽ നിന്ന് പൈസ ചെലവാക്കേണ്ടി വരും. പിന്നെ ഈ സർവീസ് എന്ന് പറഞ്ഞാൽ ബൈക്കിന് സർവീസ് കോസ്റ്റ് ആവില്ല, ഇതിനിപ്പോ മിനിമം സർവീസ് കോസ്റ്റ് ആണെങ്കിലും ഉണ്ട്. അപ്പൊ അതും ചെലവാകൊണ്ടാണ്. കാരണം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 7500 കിലോമീറ്ററാണ് ഇത് വരുന്നത്. എനിക്കൊരു 1.5 മാസം ആകുമ്പോഴേക്കും എല്ലാ 1.5 മാസം എനിക്ക് സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓട്ടം അതുപോലെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ അതാ കോസ്റ്റ്ലിക്ക് അതും കോസ്റ്റ്ലി ഒന്നും അല്ലല്ലോ, 1000-2000 അത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ 30,000-60,000 കിലോമീറ്ററിലാണ് സാധാരണ സർവീസ് കോസ്റ്റ് വരുന്നത്. മറ്റേത് ഒരു 15,000 സർവീസ് ആണെങ്കിൽ 3000 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഏകദേശം. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ പൊതുവെ ഹാപ്പിയാണ്. ഞാൻ പൊതുവെ ഹാപ്പിയാണ്. കാരണം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം എങ്ങനെയാണുള്ളത്, കാരണം അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ എടുത്ത സമയം ഇത്ര സമയം കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തൊരു നല്ലൊരു ഡിസിഷനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ലാണ്ട് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ബൈക്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കടുവേരി ഇതൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇത് ഇനി കിലോമീറ്റർ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ അടുത്ത വർഷം ഈ സമയത്ത് ഇവിടെ വെച്ച് കാണാൻ പറ്റിയ എന്തായാലും 1.5 ലക്ഷം കിലോമീറ്റർ ആവും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആയിക്കോട്ടെ. ഓക്കെ, വളരെ ഉപകാരം. നമുക്ക് വീണ്ടും കാണാം. ശരി, താങ്ക് യു.